ഉമ്മ എന്ന് വിളിച്ചുകൊണ്ട് കയറി ചെല്ലുമ്പോൾ ആ വീട്ടിൽ ഉമ്മ ഇല്ലാത്ത അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അതെ, ചിലരൊക്കെ ആലോചിക്കലുണ്ട്. എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുന്നൊരു റൂഹാണ് അതെൻ്റെ ഉമ്മ, അതിനെനിക്കൊരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല എന്നൊരു ഉറപ്പ് അല്ലേ? അപ്പോഴും ഉമ്മച്ചി പാകം ചെയ്തു തരുന്ന ആഹാരത്തിന് ടേസ്റ്റ് കുറവാണെന്ന് കുറ്റം പറയുന്നതല്ലാണ്ട് ഒരിക്കലും നല്ലതാണെന്ന് പറയാൻ തോന്നിയിട്ടില്ലല്ലേ? എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഉമ്മയോട്, ഉമ്മ ഇന്ന് ഉണ്ടാക്കിയ ആഹാരം അടിപൊളിയാണ് കേട്ടോ എന്ന്? കാരണം അവർ നമുക്ക് വേണ്ടിയിട്ട് അത്രയും പ്രത്യാശയോടുകൂടെ പ്രതീക്ഷയോടുകൂടി ഉണ്ടാക്കുമ്പോൾ പോലും നമ്മൾ അതിൻ്റെ കുറ്റവും കുറവും കണ്ടെത്തുന്ന ഒരു ചികച്ചലിലാണ്. അപ്പോൾ അതേസമയം വേറൊരു കാര്യം എന്താണെന്നറിയോ, പുറത്തെ ഹോട്ടലുകളിലൊക്കെ പോയിട്ട് ഫാസ്റ്റ് ഫുഡ് മേടിച്ചിട്ട് അയ്യ അടിപൊളിയാണ്, എന്ത് സൂപ്പറാണെന്ന് പറഞ്ഞാൽ ടേസ്റ്റിയോടെ ഇങ്ങനെ വെട്ടി വിഴുങ്ങുമ്പോൾ ഉള്ളിൽ ചെന്നുകൊണ്ടിരിക്കുന്നത് വിഷാംശങ്ങളാണ്. ഇത് പറയുമ്പോഴാണ് വേറൊരു കാഴ്ച എൻ്റെ കണ്ണിൽ ഇന്നലെ ജസ്റ്റ് ഒന്ന് തപ്പിത്തടഞ്ഞു പോയത് ഞാൻ നിങ്ങളുടെ ഓർമ്മയിലോട്ട് എത്തിക്കാം. 1985 ഒരു കല്യാണ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്ന പിക്ചറൈസേഷൻ എന്ന് പറയുന്നത്. ആ വീഡിയോയ്ക്കുള്ളിൽ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് കൊടുക്കുന്നത് ആഹാരമാണ്, ഓക്കെ, അതൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേകത, എൻ്റെ ഒരു കമൻറ്റിൽ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം ഒരു ചേട്ടൻ പറയുന്നുണ്ട്. ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയ ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോക്കുള്ളിൽ ആർക്കും തന്നെ കുടവയറൊന്നും കാണുന്നില്ല എന്നുള്ളതാണ്. ആ കമൻറ്റ് കണ്ടപ്പോഴാണ് ഞാനും അത് സൂക്ഷിച്ച് നോക്കിയത്. ശരിയാണ്, ആ വീഡിയോക്കുള്ളിൽ ആരിലും തന്നെ കുടവയറ് കാണുന്നില്ല. പക്ഷെ ഇപ്പം നമ്മുടെ അവസ്ഥ എന്താ? എല്ലാവർക്കും അമിതവണ്ണം, അമിതമായ കുടവയറ് അല്ലേ? പോലീസുകാർ പോലും നല്ല കുടവയറമായിട്ടായിട്ടുള്ള അല്ലേ കേരളത്തിലുള്ള അല്ലേ, കുറച്ച് പേരല്ലാതെ. അങ്ങനെ എല്ലാവരും കുടവയറ് എന്തുകൊണ്ടാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നെങ്കിൽ എന്ന ഈ ഫാസ്റ്റ് ഫുഡ്, അമിതമായ ഫാസ്റ്റ് ഫുഡ്, ഷവായി, ഷവർമ്മ എല്ലാം കോഴീനെ ശവമാക്കിയിട്ടുള്ളൊരു പരിപാടിയാണ്. സോ ശവത്തിനെയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശവത്തിനെയും ഇട്ട എണ്ണയിൽ തന്നെ വീണ്ടും 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 കോരിക്കൊണ്ടിരിക്കുകയാണ്. യൂസ് ചെയ്ത എണ്ണ വീണ്ടും വീണ്ടും ആ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ അത് വിഷാംശമായി മാറുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ നല്ല ടേസ്റ്റായിട്ട് കയ്യിൽ കിട്ടുമ്പോൾ ആ അടിപൊളിയാന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കുന്നുണ്ട്. പക്ഷേ ഈ അടിപൊളി ഒരിക്കലും വീട്ടിൽ കഷ്ടപ്പെട്ട് ഉമ്മ നാടൻ രീതിയിൽ മീൻകറിയും ചോറും വെച്ച് തരുമ്പോൾ പറയില്ല. കാരണം എന്താണെന്നറിയോ, അതെൻ്റെ ഉമ്മച്ചിയല്ലേ. എൻ്റെ ഉമ്മച്ചിയോട് ഞാൻ പോയിട്ട് എന്തിനാ താങ്ക്സ് പറയണേ? അല്ലെങ്കിൽ പോയിട്ടൊന്ന് ഹഗ് ചെയ്തിട്ട് പറയും, ഉമ്മച്ചി നിങ്ങളിന്ന് ഉണ്ടാക്കിയ മീൽസ് ഉണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ, പൊള്ളിയാണ്. ഉമ്മച്ചി തല്ലാനൊന്ന് വടി എടുത്തു കഴിഞ്ഞാൽ ആ ഉമ്മച്ചിയെ കെട്ടിപ്പിടിച്ചൊന്ന് ഉമ്മ വെച്ച് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമില്ലേ ഉള്ളൂ അല്ലേ? നമ്മളോട് ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ ക്ഷമിക്കാൻ പറ്റുന്നൊരു റൂഹ് അത് ഉമ്മയാണത്രേ. നമ്മളെ ചതിക്കാത്തൊരു റൂഹ് നമ്മുടെ ഉമ്മയാണത്രേ. ഇന്നും നമ്മളിങ്ങനെ നിലനിൽക്കുന്നുണ്ടെങ്കിലേ അത് ഒരാളുടെ ദുആയുടെ ഇജാബത്ത് കൊണ്ടാണത്രേ. അതെ, അതെൻ്റെ ഉമ്മയുടെ ദുആയാണ്. എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടി, ഞാൻ പുറത്തോട്ട് പോകുമ്പോൾ ഉമ്മ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എനിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യും. ഞാൻ തിരിച്ചെത്തുന്നവരെ ആ ദുആയുടെ ബർക്കത്ത് കൊണ്ടാണ് ഞാൻ തിരിച്ചെത്തുന്നതല്ലേ. നിങ്ങൾ